നാളെ പെട്രോൾ വില പെട്ടെന്ന് കുതിച്ചുയർന്നാൽ, ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ വൈകിയാൽ, നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണത്തിന്റെ വില കൂടിയാൽ, അതിന്റെ കാരണം നിങ്ങളുടെ നാട്ടിലല്ലായിരിക്കാം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ കടൽപ്പാതയായിരിക്കാം കാരണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപ്പാതകളിലൊന്നായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ കടൽപ്പാതയിലൂടെ ലോകത്തിലെ എണ്ണയുടെ ഏകദേശം 20% ദിവസേന കടന്നുപോകുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വഴിയിലൂടെ കപ്പൽ ഗതാഗതം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഭൂപടത്തിൽ നോക്കിയാൽ ഒരു ചെറിയ വര പോലെ മാത്രം കാണുന്ന ഈ പാത ലോകത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിന്റെ ഒരു പ്രധാന ധമനിയാണ്. ആ ധമനിയിൽ ഒരു തടസ്സമുണ്ടാകുമ്പോൾ അതിന്റെ വിറയൽ ലോകമെമ്പാടും അനുഭവപ്പെടുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചല്ല, രാഷ്ട്രീയ പ്രവചനങ്ങളെക്കുറിച്ചുമല്ല, പകരം നമ്മുടെ ജീവിതം എത്രത്തോളം ആഗോള സംവിധാനങ്ങളോട് ആശ്രിതമാണ് എന്ന സത്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഭൂപടത്തിൽ നോക്കിയാൽ ഒരു വിരൽത്തുമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത കേവലം 21 മൈൽ മാത്രം വീതിയുള്ള ഒരു കടൽപ്പാത നിങ്ങളുടെ നാളെയെ നിർണ്ണയിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഹോർമുസ് കടലിടുക്കിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? ഭൂപടത്തിൽ അതൊരു ചെറിയ വരയാണ്. പക്ഷെ ആ വര ഒന്ന് മുറിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വാതിലൊന്ന് അടഞ്ഞാൽ, ന്യൂയോർക്കിലെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, നിങ്ങളുടെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിനെയും അത് ബാധിച്ചേക്കാം. ഇത് മറ്റൊരു യുദ്ധവാർത്തയോ രാഷ്ട്രീയ വിശകലനമോ അല്ല. ഇത് നമ്മുടെ കാലഘട്ടത്തിലെ അങ്ങേയറ്റം അസ്വസ്ഥമായ ഒരു സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. നമ്മുടെ ജീവിതം നമ്മൾ കാണാത്ത, നമ്മൾ നിയന്ത്രിക്കാത്ത ചില ആഗോള സംവിധാനങ്ങളിൽ എത്രത്തോളം ദുർബലമായി തൂങ്ങിക്കിടക്കുന്നു എന്ന സത്യം. ദ തിങ്കിംഗ് മലയാളി ഇന്ന് വിശകലനം ചെയ്യുന്നത് ഹോർമസ് എന്ന ഭൂമിശാസ്ത്രത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അടിത്തറയാണ്. ഭൂമിശാസ്ത്രപരമായി ഹോർമസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ജലപാതയാണ്. ഇതിന്റെ ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഒമാനുമാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20%, അതായത് 1/5, സഞ്ചരിക്കുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് സാധാരണ സാഹചര്യങ്ങളല്ല. ഈ മേഖലയിലെ സംഘർഷങ്ങൾ ശക്തമായതോടെ ലോകത്തിലെ പല വലിയ കപ്പൽ കമ്പനികളും ഹോർമുസ് വഴിയുള്ള യാത്ര താൽക്കാലികമായി ഒഴിവാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ചില ദിവസങ്ങളിൽ ഈ വഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വെറുമൊരു വാർത്തയല്ല, ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായ ഒരു വലിയ അസ്ഥിരതയാണ്. ഇത് വെറുമൊരു കണക്കല്ല. ലോകത്തുപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 1/5 ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗം ഹോർമൂസിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എണ്ണ മാത്രമല്ല, ഖത്തറിൽ നിന്നുള്ള LNG അഥവാ ലീക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, നമ്മുടെ പല വൈദ്യുത നിലയങ്ങൾക്കും ആവശ്യമായ ഇന്ധനം ഈ വഴിയിലൂടെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ കൂടുതൽ പ്രധാനപ്പെട്ടത് ഈ ഭൂമിശാസ്ത്രമോ എണ്ണയുടെ അളവോ അല്ല, ഇത് ആശ്രിതത്വത്തിന്റെ ഡിപ്പെൻഡൻസി കഥയാണ്. ആധുനിക മനുഷ്യൻ എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്ന് കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് ഹോർമൂസ്. നമ്മൾ ഓരോരുത്തരും ഓരോ സ്വതന്ത്ര ദ്വീപുകളാണെന്ന് കരുതുമ്പോഴും എവിടെയോ ഉള്ളൊരു കടലിടുക്കിലെ അസ്വസ്ഥത നിങ്ങളുടെ പോക്കറ്റിലെ പണത്തെയും നിങ്ങളുടെ വണ്ടിയിലെ ഇന്ധനത്തെയും ബാധിക്കുന്നു എന്നത് ഒരു വലിയ വിരോധാഭാസമാണ്. പലപ്പോഴും വിദേശങ്ങളിലെ സംഘർഷങ്ങൾ നമുക്ക് ചാനൽ ചർച്ചകളിലെ ദൂരെയുള്ള വാർത്തകൾ മാത്രമാണ്. മിഡിൽ ഈസ്റ്റിലോ ഇറാനിലോ വീഴുന്ന ബോംബുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഹോർമൂസ് അങ്ങനെയല്ല. അതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്. ഹോർമൂസ് മേഖലയിലെ ഈ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ വിലയെക്കുറിച്ച് ഇതിനകം തന്നെ വലിയ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. അതോടെ നമ്മുടെ നാട്ടിലെ ഇന്ധനവില വർദ്ധിക്കും. ഇന്ധനവില കൂടുമ്പോൾ ചരക്ക് കൂലി ഉയരും. അതോടെ നിങ്ങൾ നാളെ വാങ്ങാൻ പോകുന്ന തക്കാളിക്കും അരിപ്പൊടിക്കും വില കൂടും. ഇത് രാഷ്ട്രീയ വിശകലനമല്ല, ഇത് നിങ്ങളുടെ കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഡീസൽ വിലയിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും പണപ്പെരുപ്പത്തിന്റെ ഒരു വലിയ ശൃംഖലയായി നമ്മുടെ വിപണിയിൽ പടരും. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ സുരക്ഷിത ബോധം എത്രത്തോളം യഥാർത്ഥമാണ്?
നാം കെട്ടിപ്പൊക്കിയ ഈ ജീവിതശൈലി എത്രത്തോളം ദുർബലമായ നൂലുകളിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുമ്പോഴും ആ സുരക്ഷിതത്വം ആഗോള ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. എൻ്റെ ജോലി സുരക്ഷിതമാണ്, എൻ്റെ വരുമാനം സ്ഥിരമാണ്, എൻ്റെ ജീവിതം എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആധുനിക ലോകമെന്നത് അതിലോലമായ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു വലിയ വലയാണ്. ആ വലയുടെ ഏത് കോണിലെ ഒരു നൂൽ മുറിഞ്ഞാലും അതിൻ്റെ വിറയൽ മുഴുവൻ വലയെയും കുലുക്കും. ഹോർമൂസ് പോലുള്ള ഇടുങ്ങിയ പാതകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നമ്മൾ കേവലം സ്വതന്ത്ര വ്യക്തികളല്ല, നമ്മൾ അതിബൃഹത്തായ ഒരു ആഗോള സംവിധാനത്തിൻ്റെ അദൃശ്യമായ ഭാഗങ്ങൾ മാത്രമാണ്. ആ സംവിധാനം എവിടെയെങ്കിലും ഒന്ന് വിറച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ, അതിൻ്റെ പ്രതിഫലനം നിങ്ങളുടെ മേശപ്പുറത്തെ ഭക്ഷണത്തിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും എത്തും. നാം വളർന്നതുപോലെ തന്നെ ആനുപാതികമായി മറ്റുള്ളവരിലേക്ക് ആശ്രിതരുമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഈ വീഡിയോ ഒരു യുദ്ധപ്രവചനമല്ല. ഹോർമസ് നാളെ അടയുമോ? അതിന് സാധ്യതയുണ്ടോ? അത് രാഷ്ട്രീയ വിദഗ്ധരും സൈനിക തന്ത്രജ്ഞരും ചർച്ച ചെയ്യട്ടെ. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്: എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ ഇത്രമേൽ അസ്ഥിരമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 21 മൈൽ വീതിയുള്ള ഒരു കടൽപാതയ്ക്ക് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്താൻ സാധിക്കുന്നത്? ഇത് സാങ്കേതിക പുരോഗതിയുടെ വിരുദ്ധമുഖമാണ്. നാം ലോകത്തെ ഒരു ആഗോള ഗ്രാമമായി മാറ്റിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം നമ്മുടെ സ്വയം പര്യാപ്തത അഥവാ സെൽഫ് റിലയൻസ് പണയം വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യവും ഈ ആഗോളക്രമത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണ് ദ തിങ്കിങ് മലയാളി എന്ന നിലയിൽ നമ്മുടെ അവബോധം തുടങ്ങുന്നത്. വ്യക്തിപരമായ അപകടങ്ങളെയാണ് നമ്മൾ സാധാരണയായി ഭയപ്പെടുന്നത്. ജോലി നഷ്ടപ്പെടുന്നത്, അസുഖങ്ങൾ വരുന്നത്, സാമ്പത്തിക തകർച്ച, ഇവയെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതോ ഇൻഷുർ ചെയ്യാവുന്നതോ ആയ കാര്യങ്ങളാണ്. എന്നാൽ വ്യക്തിഗത അപകടങ്ങളെക്കാൾ വലിയ ഭീഷണി ഇന്ന് സിസ്റ്റമിക് റിസ്കുകൾ ആണ്. അതായത് നമ്മൾ ഭാഗമായ സംവിധാനത്തിന് സംഭവിക്കുന്ന അപകടങ്ങൾ. ഹോർമസ് നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധതന്ത്രങ്ങളല്ല, മറിച്ച് നിയന്ത്രണം എന്ന ഭ്രമത്തെക്കുറിച്ചാണ്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ലോകം മുഴുവനും ഒരേ ശ്വാസത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ ശ്വാസം എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ അതിൻ്റെ ആഘാതം നമ്മൾ എല്ലാവരും ഒരേപോലെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഘടകങ്ങളാൽ രൂപപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നത് അല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. പക്ഷെ അതാണ് സത്യം. ഹോർമസ് കടലിടുക്ക് ഒരു ഭൂപടത്തിലെ വെറുമൊരു വര മാത്രമല്ല, അത് ഓരോ മനുഷ്യനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതം നമ്മൾ കരുതുന്നത് പോലെ അത്ര സുസ്ഥിരമായ ഒന്നല്ല. ഇത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് കുറച്ചുകൂടി അവബോധമുണ്ടാകാനാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷിതത്വവും സമാധാനവും ഒരു വലിയ ആഗോള സംവിധാനത്തിന്റെ സമതുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മാറുമ്പോൾ ലോകം മാറും, അതോടൊപ്പം നമ്മളും. ഇതൊരു യുദ്ധപ്രവചനമോ രാഷ്ട്രീയ നിലപാടോ അല്ല. ലോകത്തിന്റെ ഊർജ്ജ സംവിധാനങ്ങൾ എത്രത്തോളം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഈ ചിന്ത നിങ്ങളെ അല്പമെങ്കിലും ഇരുത്തി ചിന്തിപ്പിച്ചുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മൾ സംസാരിക്കേണ്ടത് യുദ്ധത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഈ ആഴത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ചിന്തകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ദ തിങ്കിങ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.